മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിലെത്തിയവർ പർണശാലകൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ്. മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനും മകരജ്യോതി കാണുന്നതിനും സന്നിധാനത്തിന് സമീപം പർണശാലകൾ തീർക്കും. അയ്യപ്പസ്തുതികളും സങ്കീർത്തനങ്ങളുമായി ഭക്തിയിൽ അലിഞ്ഞു ചേരുകയാണ് സന്നിധാനം. ഇനി മകരവിളക്കിനായുള്ള കാത്തിരിപ്പാണ്. കാലദേശങ്ങൾ താണ്ടിയെത്തിയ ഓരോ അയ്യപ്പനും ചെറുകുടിലുകൾ കെട്ടി സന്നിധാനത്ത് തങ്ങുന്നതും കാത്തിരിക്കുന്നതും മകരജ്യോതി നേരിട്ട് കണ്ട ശേഷം അഭിഷേകം നടത്തുന്നതിനാണ്. കാട്ടുമരങ്ങളുടെ ചില്ലകളും ടാർപോളിനുകളും തുണികളും കൊണ്ട് തീർത്ത പർണശാലകളിൽ ഏറെയും നിർമ്മിച്ചിരിക്കുന്നത് മകരജ്യോതി കാണുന്നതിനായി എളുപ്പമുള്ള പാണ്ടിത്താവളത്തിന് ചുറ്റുമാണ്. കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും മുതൽ ഗുരുസ്വാമിമാർ വരെയുള്ളവർ ഒന്നിച്ച് ഒരേ മനസ്സോടെയാണ് ഈ കുടിലുകളിൽ തങ്ങുന്നത്. ഞങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ പർണശാല കെട്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഞങ്ങൾ മകരജ്യോതി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവുള്ളൂ. നമ്മളെല്ലാവരും തിരുവാഭരണം ചാർത്തി ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. തിരക്ക് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ ഇറങ്ങുള്ളൂ. അമ്മമാരും അച്ഛന്മാരും അമ്മസാമാരും അച്ഛൻസാമാരും മക്കളും കുട്ടികളെല്ലാവരും ഒരുമിച്ച്. മകരജ്യോതി ദർശനത്തിനായി 10 കേന്ദ്രങ്ങളാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം പർണശാലകൾ ഉയർന്നു കഴിഞ്ഞു. മകരവിളക്ക് ദിവസമായ തിങ്കളാഴ്ച 1.5 ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് മാത്രമെത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകരുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പർണശാലകളിലടക്കം കർശന നിരീക്ഷണങ്ങളും പരിശോധനകളുമാണ് വനംവകുപ്പും പോലീസും ചേർന്ന് നടത്തുന്നത്. കത്തുന്ന വെയിലും മകരമഞ്ഞും കൊണ്ട് കാത്തിരിക്കുകയാണ് അയ്യപ്പന്മാർ. മഹാദീപാരാധന തൊഴുത് പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ജ്യോതി കാണുവാൻ കാത്തിരുന്ന് മാലയിട്ട് മല ചവിട്ടിയെത്തിയ അയ്യപ്പന്മാരുടെ ഈ കാത്തിരിപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ML വിഷ്ണുവിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, സന്നിധാനം.